നമ്മളിപ്പോ എന്തിനാണ് ഹലോ ഗൈസ്, രാവിലെ തന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഭാഷ് അവിടെ ഉണ്ടായിരുന്നു. സുഭാഷിൻ്റെ കൂടെ നേരെ നടന്ന് ചെന്നെത്തിയത് പിള്ളേച്ചൻ്റെയും തങ്കുവിൻ്റെയും ആതിരയുടെയൊക്കെ മുമ്പിലാണ്. ഞങ്ങളിപ്പോൾ നേരെ ചെല്ലാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇരിഞ്ഞാലക്കുടയ്ക്ക് ട്രെയിൻ കയറുന്നു. അവിടെ നിന്ന് നമ്മുടെ സുഭാഷിൻ്റെ കൂട്ടുകാരൻ്റെ കാർ എടുക്കുക, അവിടെ നിന്ന് നേരെ മലപ്പുറത്തേക്ക് പോകാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ഇതിൽ നേരെ ഇരിഞ്ഞാലക്കുട എത്തി. അവിടെ നിന്ന് നേരെ അവൻ്റെ കൂട്ടുകാരെ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായി. കാറിൻ്റെ ഉള്ളിലായിരുന്നെങ്കിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചെറിയ രീതിയിലാണ് പിള്ളേച്ചൻ്റെ മുഖം മാറിയത്. നേരെ ഇന്നിപ്പോൾ ശിശുദിനായതുകൊണ്ട് അങ്ങനെ ഒരു വട്ടത്തിൽ എല്ലാവരും നല്ല ചില്ലായി നിന്ന് പാട്ടൊക്കെ ഇട്ടിട്ട് നേരെ പോകായിരുന്നു. പിന്നെ കുറച്ചു നേരം പുറകിലേക്ക് ഇരുന്നു. പിള്ളേച്ചൻ്റെ ഒപ്പം ഇരുന്നിട്ട് പാട്ടും തുള്ളലൊക്കെ ആയിരുന്നു. തുടക്കത്തിലൊരു മന്ദഗതിയാണെങ്കിലും പിന്നെ പിള്ളേച്ചൻ കുറച്ചുകൂടി ആക്റ്റീവായി തുടങ്ങി. പിന്നെ നേരെ ഒരു ഉച്ച സമയത്തേക്ക് കാറിന് വെച്ചു. നേരെ കാറിൻ്റെ അവിടെ എന്നിട്ട് ഞങ്ങൾ നേരെ ഉച്ചയ്ക്ക് അവിടെ ഇപ്പോൾ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ. വേറെ കടകളൊന്നും ഉണ്ടായില്ല. അവസാനം സദ്യയുടെ ഒരു കട കിട്ടി. അവിടെ നേരെ നല്ലൊരു സദ്യ ആയിരുന്നു, കുഴപ്പമുണ്ടായില്ല. നല്ലൊരു രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു. മഴയത്ത് അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണമെന്ന് കരുതി അവസാനം പാർക്കിംഗ് കിട്ടി. ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസ് എന്നിട്ട് നേരെ ഒരു പാർക്ക് ചെയ്തു. നേരെ ഞങ്ങൾ കയറി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും നേരെയായിട്ട് നിർത്തിക്കുക. അതിൽ നിന്ന് ചൂണ്ടനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു. പിന്നെ നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മഴയത്ത് എല്ലാവരും കുടയൊക്കെ ചൂടിയിരുന്നു. ആ ഒരു മഴയത്തും അവർ എന്താ പറയുക, ഒരു തെല്ലും ഒരു വ്യത്യാസമില്ലാതെ മഴ നനഞ്ഞ് അവരുടെ പരേഡ് നല്ല രീതിയിൽ നടത്തിയായിരുന്നു കേട്ടോ. അത് നമുക്കൊരു അഭിമാനം. അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. പക്ഷെ എല്ലാവരും ഒരേപോലെ തന്നെ ഇരിക്കണം. നോക്കും, മഴയുടെ സമയത്തും അവർ യാതൊരു ഇതുമില്ലാതെ യാതൊരു വ്യത്യാസമില്ലാതെ ഒരു മഴയുടെ വ്യത്യാസം നോക്കാതെ തന്നെ അവർ നല്ല രീതിയിൽ അവരുടെ പരേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ DGP ഉണ്ടായിരുന്നു. DGP പരേഡ് എല്ലാം ഏറ്റുവാങ്ങുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ നേരെ അവിടെ നിന്ന് കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചൂണ്ടാണിയുടെ പാസിംഗ് ഔട്ട് ഇങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞ് നേരെ നോക്കി നിന്നു. അതിൽ ചൂണ്ടാണിയുടെ മുഖം എല്ലാവർക്കും ഒരേപോലെ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ മഴ നനഞ്ഞ എല്ലാവരും ഇതായിട്ടിരിക്കുക. എന്നിട്ട് കാത്തിരുന്ന് ഓടി ഞങ്ങളും വളരെയധികം അഭിമാനം